ബംഗ്ലാദേശിലെ ചീഫ് അഡ്വൈസർ മുഹമ്മദ് യൂനിസ് ഇപ്പം സോറോസിൻ്റെ മകനുമായി കൂടിക്കാഴ്ച നടത്തിൻ്റെ വാർത്തകൾ അപ്പുറത്ത് വരുന്നത്. എന്തായിരിക്കും ആ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം? അതായത് ഇന്നലെ ജനുവരി 29 ആണ് ധാക്കയിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത്. ജോർജ് സോറോസിൻ്റെ മകൻ അലക്സാണ്ടർ സോറോസ്. ജോർജ് സോറോസിന് 93 വയസ്സായല്ലോ. ഈ അലക്സാണ്ടർ സോറോസാണ് ഇപ്പോൾ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ സോറോസിൻ്റെ കൈകാര്യമൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ചെയർമാൻ ആണ് അലക്സാണ്ടർ സോറോസ്. ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ്റെ വേറെയും സംഘടനകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ തമ്മിൽ കണ്ടതിനെ പറ്റി അവിടുത്തെ ഔദ്യോഗിക വാർത്താ ഏജൻസി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പൊതുവേ നമുക്കറിയാവുന്നതുപോലെ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ആളാണ് അലക്സാണ്ടർ സോറോസ്. ജോർജ് സോറോസ് അപ്പനും അങ്ങനെയാണ്. അപ്പോൾ ട്രംപിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ്, ട്രംപ് ഡീപ്പ് സ്റ്റേറ്റിനെതിരാണല്ലോ, ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഒരാളെ ട്രംപ് അധികാരത്തിലേറി 9 ദിവസം കഴിയുമ്പോൾ യൂനിസ് കാണുന്നു എന്ന് പറഞ്ഞാൽ ട്രംപിനെ വെല്ലുവിളിക്കുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെയാണ് റിപ്പോർട്ടുകളിലൊക്കെ കാണുന്നത്. ഇയാൾ യൂനിസ് ഹില്ലരി ക്ലിൻ്റൻ്റെ വലിയ സുഹൃത്താണ്. ഹില്ലരി ക്ലിൻ്റന് നേരത്തെ 2.5 കോടി രൂപ സംഭാവനയൊക്കെ കൊടുത്തിട്ടുള്ള ആളാണ്. ഈ ക്ലിൻ്റൺ ഫൗണ്ടേഷൻ അതിന് സംഭാവന കൊടുത്തിട്ടുള്ള ആളാണ്. ഇപ്പോൾ അവിടെ പട്ടാള മേധാവി വക്കർ ഒസമാൻ്റെ ഒരു പിന്തുണയുണ്ട് യൂനുസിന്. അങ്ങനെ ഈ ചീഫ് അഡ്വൈസർ സ്ഥാനത്ത് നിന്ന് പോകുന്നു. ഒരു ഭരണ മേധാവി എന്നൊന്നും പറയാനില്ല. പിന്നെ അൽ-ഖ്വയ്ദ, ഇസ്ലാമിക് സ്റ്റേറ്റ്, ഹിസ്ബുത് തഹ്രീർ, അൻസറുള്ള ബംഗ്ല, അത് അൽ-ഖ്വയ്ദയുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൻ്റെയൊക്കെ ജിഹാദി കൂട്ടത്തിൻ്റെ പിന്തുണയും ഉണ്ട്. അപ്പോൾ ബംഗ്ലാദേശിലെ സഗ്ബാദ് സംസ്ഥ BSS, അതാണ് ഔദ്യോഗിക വാർത്താ ഏജൻസി, അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ധാക്കയിൽ വെച്ച് അലക്സാണ്ടർ സോറോസുമായിട്ട് കൂടിക്കാഴ്ച നടന്നത്. അപ്പോൾ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ്റെ നേതാക്കൾ യൂനിസിനെ കണ്ടു. ഇക്കണോമി, തകർന്നു കിടക്കുന്ന സമ്പദ്രംഗം പുനർനിർമ്മാണം, റീബിൽഡിങ്, അത് അവർ ചർച്ച ചെയ്തു. ഏതൊരു രാജ്യം പുനർനിർമ്മിക്കുന്നതേ വേറൊരു രാജ്യത്തിൻ്റെ പ്രതിനിധികളുമായിട്ട് ചർച്ച ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാം. ഇന്ത്യയിൽ ഇപ്പോൾ ആരെങ്കിലും ജോർജ് സോറോസോ വന്നു കഴിഞ്ഞാൽ കൂടിക്കാഴ്ച, പിന്നെ പ്രധാനമന്ത്രിയോ ആ പൊസിഷനിലുള്ള ആരെങ്കിലും കൂടിക്കാഴ്ച നടത്തുമോ? നീ നടത്തിയാൽ തന്നെ ഇത് വാർത്താക്കുറിപ്പായിട്ട് ഇറക്കുമോ? ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ നേതാക്കൾ യൂനിസിനെ കണ്ടു. സാമ്പത്തിക രംഗം, സമ്പദ്രംഗം പുനർനിർമ്മിക്കുക എന്നുള്ളതാണ് ചർച്ച ചെയ്തത്. പിന്നെ അഴിമതിപ്പണം, ഷെയ്ഖ് ഹസീന ഒരുപാട് അഴിമതിപ്പണം ഇവിടെ നിന്ന് കടത്തിയിട്ടുണ്ട്, അത് മുഴുവൻ തിരിച്ചു കൊണ്ടുവരിക, അതിന് ജോർജ് സോറോസും മോനും എല്ലാം കൂടി സഹായിക്കണം. പിന്നെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ, അതിന് സഹായിക്കണം. മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ ധാരാളം സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്നുണ്ട്. മിസ്ഇൻഫർമേഷൻ, ഡിസ്ഇൻഫർമേഷൻ, ഇതൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യണം എന്നൊക്കെയാണ് ചർച്ച ചെയ്തതായിട്ട് വാർത്താ ഏജൻസി, ഔദ്യോഗിക ഏജൻസി പറയുന്നത്. ഈ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ്റെ പ്രതിനിധി സംഘത്തിനെ നയിച്ചത് ചെയർമാൻ അലക്സാണ്ടർ സോറോസ്. ഈ അലക്സാണ്ടർ സോറോസിൻ്റെ കൂടെ പ്രസിഡന്റ് ബിനൈഫർ നവറോജി, അവർ രണ്ടുമാണ് യൂനിസുമായിട്ട് ചർച്ച നടത്തിയത് എന്ന് ഔദ്യോഗിക വാർത്താ ഏജൻസി പറയുന്നുണ്ട്. അവർ ബംഗ്ലാദേശിൻ്റെ എല്ലാവിധ പരിഷ്കാരങ്ങൾക്കും പിന്തുണ അറിയിച്ചു എന്നും പറയുന്നുണ്ട്. ഫൗണ്ടേഷൻ ഈ അസറ്റ് ട്രേസ് ചെയ്യാനായിട്ട് ഫൗണ്ടേഷൻ സഹായിക്കണമെന്ന് യൂനിസ് ആവശ്യപ്പെട്ടു. ഷെയ്ഖ് ഹസീന പല സ്ഥലത്തുമൊക്കെ കൊണ്ടൊളിപ്പിച്ചിരിക്കുന്ന മറ്റേ ബംഗ്ലാദേശിൻ്റെ സ്വത്ത് കണ്ടുപിടിച്ച് കൊണ്ടുവരാനായിട്ട് സഹായിക്കണം എന്നാവശ്യപ്പെട്ടു. യൂനിസ് ഇവരോട് പറഞ്ഞിരിക്കുന്ന $234 ബില്യൺ അത്രയും സ്വത്ത് കടത്തിയിട്ടുണ്ട് എന്നാണ്. ഹസീന 16 വർഷം ഭരിക്കുമ്പോൾ അങ്ങനെ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ തകർന്ന സമ്പദ്രംഗം ഈ പുനർനിർമ്മിക്കാനായിട്ട് ഫൗണ്ടേഷൻ സഹായിക്കാം എന്ന് സോറോസ് വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യൂനിസ് പറഞ്ഞു അവിടെ മാധ്യമങ്ങൾക്ക് വലിയ സ്വാതന്ത്ര്യമാണ്
കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ സ്വാതന്ത്ര്യം വേറൊരു രാജ്യത്ത് മാധ്യമങ്ങൾക്ക് ഉണ്ടാവില്ല. പക്ഷേ മിസ്ഇൻഫർമേഷൻ, ഡിസ്ഇൻഫർമേഷൻ, ഈ കപട വാർത്തകളൊക്കെ, വ്യാജ വാർത്തകൾ, കൃത്രിമ വാർത്തകളൊക്കെ ഇവർ പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഈ കൂട്ടത്തിൽ യൂനുസ് ഇവരോട് പറഞ്ഞൊരു സംഗതി, സമ്പദ് രംഗത്തിനെ പറ്റി പറഞ്ഞപ്പോൾ വാർ ടോൺ ഇക്കോണമി എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഔദ്യോഗിക വാർത്താ ഏജൻസിയിൽ. അതായത് യുദ്ധം കൊണ്ട് നശിച്ച സമ്പദ് രംഗം എന്ന്. ഇത് ഈ ഗാസയെ പറ്റിയൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ബംഗ്ലാദേശിൽ എപ്പോഴാണ് യുദ്ധം ഉണ്ടായത് അല്ലേ? 1971 ശേഷം രാജ്യം രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള യുദ്ധം അല്ലാതെ പിന്നെ എന്താണ്? അപ്പോൾ വാർ ടോൺ ഇക്കണോമി ആണ് എന്ന് അയാൾ പറഞ്ഞതായിട്ട് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത് മറ്റേ അസംബന്ധമാണ്. ഈ സോറോസും പിന്നെ മെറ്റയും യൂനുസും മെറ്റയുടെ സക്കർബർഗും ഒക്കെ ആയിട്ട് ഈ മിസ്ഇൻഫർമേഷൻ, ഡിസ്ഇൻഫർമേഷൻ ഇതൊക്കെ മാറ്റാനുള്ള പരിപാടികളൊക്കെ ആലോചിക്കും എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിനെ പറ്റിയിട്ടുള്ള സത്യമൊന്നും നാട്ടുകാരെ അറിയരുത്, ലോകം അറിയരുത് എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഇത് ട്രംപിനെതിരെ ആണ് ചർച്ചകൾ എന്നുള്ളത് വളരെ വ്യക്തം. അലക്സാണ്ടർ സോറോസിന് ബൈഡൻ, കമലാ ഹാരിസ്, ക്ലിൻ്റൺ, ഹില്ലരി ഈ ഗ്രൂപ്പുകളൊക്കെ ആയിട്ടാണല്ലോ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബന്ധം. ഈ അലക്സാണ്ടർ സോറോസിനൊരു കാമുകിയുണ്ട്, ഹ്യൂമ അബേദിൻ. ഈ ഹ്യൂമ അബേദിൻ ഹില്ലരി നേരത്തെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹില്ലരിയുടെ സഹായി ആയിരുന്നു, മുൻ സഹായി. ഇപ്പോൾ ഇല്ല, ഹ്യൂമ അബേദിൻ. അപ്പം മൊത്തത്തിൽ ഒരു സംഘമാണിത്. യൂനിസിൻ്റെ സകല വിദേശ ഏർപ്പാടുകളുമായിട്ടും ഹില്ലരി ക്ലിൻ്റന് ബന്ധമുണ്ട് എന്ന റിപ്പോർട്ടുകളിലുണ്ട്. ഗ്രാമീൺ ബാങ്ക് അമേരിക്ക എന്ന് പറഞ്ഞ സ്ഥാപനമായിട്ടും ബന്ധമുണ്ട്. സോറോസിൻ്റെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഫണ്ടിൽ നിന്ന് യൂനിസിന് പണം കിട്ടുന്നതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. 2016 ട്രംപ് ഹില്ലരിയെ തോൽപ്പിച്ചല്ലോ, ഹില്ലരി ക്ലിൻ്റനെ. അങ്ങനെ തോൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ യൂനിസ് പ്രതികരിച്ചത് ഇറ്റ്സ് എ സോളാർ എക്ലിപ്സ് എന്നാണ്, സൂര്യഗ്രഹണം എന്നാണ്. പിന്നെ ട്രംപിനെ അന്ന് ഉപദേശിച്ചിരുന്നു, നിങ്ങൾ മതിലുകൾ കെട്ടരുത്, പാലങ്ങളാണ് പണിയേണ്ടത് എന്ന് അന്ന് യൂനിസ് ഉപദേശിച്ചിരുന്നു. അപ്പോൾ യൂനിസിന് ട്രംപിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അത് കഴിഞ്ഞ് ഇപ്പോൾ ട്രംപ് ജയിച്ചു കഴിഞ്ഞപ്പോൾ ബംഗ്ലാദേശിലെ ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത് അൺസർട്ടനിറ്റി ഇൻ US എന്നാണ്. അമേരിക്കയിൽ അനിശ്ചിതത്വം വന്നിരിക്കുന്നു എന്നാണ്. മുമ്പ് കഴിഞ്ഞ ദീപാവലി കാലത്ത് അവിടെ ന്യൂനപക്ഷ ധ്വംസനം അല്ലേ, ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണമൊക്കെ നടക്കുമ്പോൾ വലിയൊരു സന്ദേശം ട്രംപിൻ്റേതായിട്ട് വന്നിരുന്നു. അന്ന് ബാർബാറിക് വയലൻസ് എഗൻസ്റ്റ് ഹിന്ദുസ് എന്ന് പറഞ്ഞിരുന്നു. അപരിഷ്കൃതമായ ആക്രമണം ഹിന്ദുക്കൾക്കെതിരെ, സ്റ്റേറ്റ് ഓഫ് കെയോസ് എന്നും പറഞ്ഞിരുന്നു. ബംഗ്ലാദേശിൽ അരാജകത്വമാണ് നടമാടുന്നത്. അതിനെ അന്ന് യൂനിസിൻ്റെ പ്രസ് സെക്രട്ടറി ഷഫീഖുർ ആലം വിമർശിച്ചിരുന്നു ഒരു പോസ്റ്റിൽ. ഈ യൂനിസിൻ്റെ മകള് മോണിക്ക യൂനുസ്, അവർ ബൈഡൻ്റെ സാംസ്കാരിക ഉപദേഷ്ടാവായിരുന്നു. ബൈഡൻ്റെ കമ്മിറ്റി ഓൺ ആർട്സ് ആൻഡ് ദി ഹ്യൂമാനിറ്റീസ് അതിനെ നയിച്ചിരുന്നവർ അവരാണ്. അതുമായി ബന്ധപ്പെട്ട് ധാരാളം അഴിമതികൾ ഉണ്ടായിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇപ്പോൾ ട്രംപ് വന്നപ്പോൾ ഈ കമ്മിറ്റി ഓൺ ആർട്സ് ആൻഡ് ദി ഹ്യൂമാനിറ്റീസ്, ഈ മോണിക്ക യൂനിസ് കൈകാര്യം ചെയ്തിരുന്ന വെബ്സൈറ്റ് അത് പൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ആ വെബ്സൈറ്റ് ലൈവല്ല. 2016 യൂനിസും $3 ലക്ഷം, $2.5 കോടി ഹില്ലരി ക്ലിൻ്റൺ ഫൗണ്ടേഷന് സംഭാവന ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ സോറോസിൻ്റെ അടുത്ത ഘട്ട പ്രവർത്തനങ്ങളെല്ലാം ഈ അലക്സാണ്ടർ സോറോസിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതിന് വ്യക്തമായ സന്ദേശം കൂടിയല്ല ഈ പകർന്നു നൽകുന്നത്. അതെ, അങ്ങനെയാണെങ്കിൽ ബംഗ്ലാദേശ് മറ്റെന്തോ ഒരു പ്ലാനിങ് അവിടെ നടത്തുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അതായത് ഈ ഒന്നാമത് ഡിസ്റപ്ഷൻ എന്ന് പറഞ്ഞതാണ് ഈ സോറോസിൻ്റെ പരിപാടി. അലക്സാണ്ടർ സോറോസിനെ രാഹുൽ ഗാന്ധി പോകുമ്പോഴും കാണാറുണ്ട്. കാരണം ഇപ്പോൾ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ്റെ ചെയർമാൻ അലക്സാണ്ടറാണ്, കാണാറുണ്ട്.
എന്ന് പറഞ്ഞാൽ ഈ എല്ലായിടത്തും അരാജകത്വം വരണം, അതും പ്രത്യേകിച്ച് ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം അലക്സാണ്ടറുടെ കാമുകി തന്നെ ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. പിന്നെ ഈ കശ്മീർ തീവ്രവാദികൾക്ക് ഫണ്ടിങ് ഉണ്ടല്ലോ സോറോസിൻ്റെ. ഇസ്ലാമിക രാജ്യങ്ങളിൽ അയാൾക്ക് ഇഷ്ടമുള്ള ഭരണകൂടങ്ങൾ വരാനല്ലേ ഈ മുല്ലപ്പൂ വിപ്ലവം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഒരു നിലപാടുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനിയിപ്പം ഈ പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ ചില ഗൂഢാലോചനകളൊക്കെ നടത്തിയിരുന്നല്ലോ, ഇന്ത്യക്കെതിരെ ഉൾപ്പെടെ. അപ്പം അതിനകത്ത് എന്തെങ്കിലും ഒരു ഫണ്ടിങ് കൊടുക്കുകയോ, കാരണം അമേരിക്ക ഫണ്ടിങ് നിർത്തി എന്ന് ട്രംപ് തന്നെ പറഞ്ഞു. അപ്പോൾ ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു പിന്തുണയോടുകൂടി ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ട് അനുവദിക്കുക. ഇപ്പോൾ റോഹിംഗ്യൻ അഭയാർത്ഥികളൊക്കെ ബംഗ്ലാദേശിലുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സഹായമോ അങ്ങനെയൊക്കെ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ? അങ്ങനത്തെ ഈ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അച്യുതണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ 4 സേനകളുടെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, റോഹിംഗ്യൻ ആർമി, ഇത്തരം കാര്യങ്ങളൊക്കെ സോറോസ് ഡീപ് സ്റ്റേറ്റ് ഫണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ ഇത്തരം രാജ്യങ്ങൾ അമേരിക്കയിൽ എന്തെങ്കിലുമൊക്കെ അരാജകത്വം വിതയ്ക്കുക എന്നുള്ള പരിപാടികൾ, അതായത് അമേരിക്കയിൽ ട്രംപിനെതിരായ ആക്രമണങ്ങൾ നടത്താനുള്ള ഫണ്ടിങ്ങും ഒക്കെ ഡീപ് സ്റ്റേറ്റ് ചെയ്യും. ഇവിടെ നിന്നുള്ള ചാവേറുകളൊക്കെ കിട്ടിയാൽ അവിടെ നിന്ന് കിട്ടാൻ പ്രയാസമായിരിക്കും, ഇവിടെ നിന്നുള്ള ചാവേറുകൾ പോണ്ടി വരുമല്ലോ. അത്തരം പരിപാടികളൊക്കെ കാരണം ഇവിടെ വന്നാണ് ചർച്ച ചെയ്തിരിക്കുന്നത്. ഏതായാലും അലക്സാണ്ടർ സോറോസ് ഇയാൾക്കെതിരെ, യൂനുസിനെതിരെ, ഹിലരി ക്ലിൻ്റനെതിരെയൊക്കെ പല അന്വേഷണങ്ങളും അവിടെ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഈ വിസ ബാനൊക്കെ വരാൻ പോകുന്നുണ്ടല്ലോ, ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ വന്നിട്ടുണ്ടല്ലോ, ഈ തീവ്രവാദ പ്രവർത്തനങ്ങളിലൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്നവർ അവിടുത്തെ പൗരന്മാരാണെങ്കിലും പുറത്താക്കാനും ഒക്കെയുള്ള, ഇപ്പോൾ ബംഗ്ലാദേശി ആണെങ്കിൽ അവിടുത്തെ പൗരത്വം ഉണ്ടെങ്കിലും പുറത്താക്കുക, ആ ലെവലിലൊക്കെ ആ തലത്തിലൊക്കെയാണ് അവിടെ ചർച്ചകൾ നടക്കുന്നത്. അപ്പോൾ ട്രംപിൻ്റെ ഭരണ സമയത്ത് അവിടെ പരമാവധി അരാജകത്വം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഡീപ് സ്റ്റേറ്റിൻ്റെ ദൗത്യം. അതിൻ്റെ ചർച്ചകളായിരിക്കും നടന്നിരിക്കുന്നത്. അതല്ലാതെ ഇപ്പോൾ ഈ വാർത്താ ഏജൻസി പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, വാർത്താ ഏജൻസിയിൽ നിന്ന് നമ്മൾ എന്താണ് സ്വീകരിക്കുന്നത്? അലക്സാണ്ടർ സോറോസും യൂനുസും തമ്മിൽ കണ്ടു, പടവും അവർ ചെയ്തിട്ടുണ്ട്. ബാക്കി മുഴുവൻ ട്രംപിനെതിരെയാണെന്നുള്ളത് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാണ്. ആയുധം പാകിസ്ഥാനിൽ നിന്ന് കൊടുക്കുന്നുണ്ട് അല്ലേ, കപ്പലുകൾ 2 വന്നതിൻ്റെ അകത്ത് ആയുധങ്ങളാണെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഡ്രഗ്സ് അല്ലേ, മയക്കുമരുന്ന് ആണെന്ന് പാകിസ്ഥാൻ മുസ്ലിം ലീഗിൻ്റെ നേതാവ് തന്നെ പറഞ്ഞിരുന്നു. ഒരു വല്ലാത്ത അരാജകത്വത്തിൻ്റെ വഴിക്കാണ് ബംഗ്ലാദേശിൻ്റെ പോക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.